ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റായ അടിപൊളി ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടി 200 ഗ്രാം പച്ചരി, ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷം സ്ട്രെയിൻ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇടുക. 2-3 ഏലക്കയും കൂടെ ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇടുക. 1 ടേബിൾ സ്പൂൺ അതേപോലെ ചോറും കൂടെ ചേർക്കുക. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് ഞാൻ നല്ലതുപോലെ അരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ശർക്കര പാനി കാച്ചിയത് അത് ചൂടോടെ തന്നെ 1 കപ്പ് ഇതിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമെങ്കിൽ 250 ഗ്രാം ശർക്കര എടുക്കാം. ഒരു കൈ കൊണ്ട് ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് നല്ലപോലെ ഇളക്കുക, ഇല്ലെങ്കിൽ ചൂട് കൊണ്ട് കട്ട പിടിക്കും. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ അരിഞ്ഞത് ചേർക്കുക. അത് ഒന്ന് മൊരിഞ്ഞ് പകുതി ആകുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി 5-6 സ്ലൈസായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർക്കുക. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ അതിൽ നിന്നും പകുതി എടുത്ത് മാറ്റാം. കുക്കർ നല്ല ചൂടായിരിക്കണേ. ഇനി ആ ചൂടോടെ തന്നെ ഈ മാവ് അതിലേക്ക് ഒഴിക്കുക. ഇപ്പം ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചോ. ബാക്കി വന്ന തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയും കൂടെ വിതറുക. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് 1/2 മിനിറ്റിന് ശേഷം ഫ്ലെയിം കുറച്ച് ഏകദേശം ഒരു 7 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഈ ഹോളിൽ കൂടെ എയറും അതേപോലെ തന്നെ ഈ വെള്ള കുമിളകളും വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് 5 മിനിറ്റിന് ശേഷം തുറക്കാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ നല്ലൊരു കൽത്തപ്പമാണ് ഇത്. അറിയാത്തവർ പോലും ഈ റെസിപ്പി ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റാണ്. ആർക്കും ഇത് തയ്യാറാക്കാൻ പറ്റും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും വേണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എന്തൊരു സോഫ്റ്റാണെന്നറിയാവോ. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയാകും എല്ലാം കൂടെ. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു തവണ ഇത് തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.